നമസ്കാരം. CPIM എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ട് പ്രയോജനമുണ്ടാവേണ്ടത് സമൂഹത്തിൻ്റെ അടിത്തട്ടിലുള്ള മനുഷ്യർക്കാണ്. തൊഴിലാളികൾ, കൂലിപ്പണിക്കാർ, എവിടെയെങ്കിലുമൊക്കെ പണിയെടുത്ത് ഓരോ ദിവസവും കിട്ടുന്ന ശമ്പളം കൊണ്ട് ജീവിക്കുന്ന മനുഷ്യർ, അസംഘടിതരായ തൊഴിലാളികൾ, അതുപോലെ തന്നെ സമൂഹത്തിലെ ദുർബലർ, ഇവർക്കൊക്കെയാണ് വാസ്തവത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൊണ്ട് ഗുണമുണ്ടാവേണ്ടത്. അങ്ങനെയാണ് ഈ പാർട്ടി പറയുന്നത്. ഞങ്ങളുള്ളത് കൊണ്ടാണ് പാവപ്പെട്ട മനുഷ്യർ നിലനിൽക്കുന്നത് എന്നവർ പറയുന്നു. എന്നാൽ കഴിഞ്ഞ 10 വർഷം നമ്മൾ കണ്ടത് ഈ അസംഘടിതരായ തൊഴിലാളികൾ പാർശ്വവൽക്കരിക്കപ്പെടുകയാണ്. അവർക്ക് ഒന്നുമില്ല. അവരുടെ മുമ്പിൽ CPM വാതിൽ കൊട്ടിയടയ്ക്കുന്നു. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന അസംഘടിത തൊഴിലാളികൾ, കൂലിപ്പണിക്ക് പോകുന്നവന് ഒരു ദിവസം കൂലിപ്പണി എടുത്താൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം തൊഴിലുള്ളത് കടയിൽ ജോലിയെടുക്കുന്നവരാണ്. ചെറുകിട കടകൾ മുതൽ വൻകിട കടകൾ വരെ, ജുവലറികളും തുണിക്കടകളും അടക്കമുള്ളിടത്തുള്ള ആളുകൾ ഈ വലിയ കടകളിൽ യൂണിഫോം ഉണ്ടാകുമെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇത്തരം കടകളിൽ പണിയെടുക്കുന്ന മനുഷ്യർക്ക് ഇരിക്കാൻ പോലും അവസരമില്ല. അവർക്ക് മിനിമം കൂലിയില്ല. ഇപ്പോഴും നമ്മുടെ തുണിക്കടകളിലും ജുവലറികളിലും വലിയ സൂപ്പർ മാർക്കറ്റുകളിലും ഒക്കെ പണിയെടുക്കുന്നവർക്ക് പ്രതിമാസം 10,000 രൂപ പോലും ശമ്പളമില്ല. അതേസമയം ഈ CPMനെ കൊണ്ട് ഗുണം ചെയ്യുന്നവരാരാണ്? സംഘടിത തൊഴിലാളികൾ. ഉദാഹരണത്തിന് സർക്കാർ ഉദ്യോഗസ്ഥർ. എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും യൂണിയനുണ്ട്. അവർക്ക് കിട്ടുന്ന ശമ്പളം എത്രയാണെന്ന് നമുക്കറിയാം. നമ്മുടെ കഴിഞ്ഞ ദിവസം ധവളപത്രം പുറത്തു വന്നപ്പോൾ ഖജനാവിലെ മൊത്തം വരുമാനത്തിൻ്റെ 77% ശമ്പളത്തിനും പെൻഷനും പലിശയ്ക്കുമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിലെ 1.2% വരുന്ന ജനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ ഖജനാവിലെ 77% വരുമാനവും ചെലവഴിക്കുന്നത്. ഇവർക്ക് ഗുണമുണ്ട് CPMനെ കൊണ്ട്. അവർക്ക് ജോലി ചെയ്യാതെ തന്നെ വലിയ ശമ്പളം കിട്ടാം. കൂടാതെ കളങ്കിതരായ കച്ചവടക്കാർ, ബാർ ഉടമകളും പാറമട മുതലാളിമാരും അടക്കമുള്ള കളങ്കിത കച്ചവടക്കാർ, നിയമം ലംഘിക്കുന്ന മുതലാളിമാർ, നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരെ കൊണ്ടൊരു ഗുണവുമില്ല. അതുകൊണ്ടാണ് കിറ്റക് സാബുവിനെ പുറത്താക്കുന്നത്. നിയമം ലംഘിക്കുന്നവർ മാത്രമേ നിയമലംഘനം വഴി അവർ നേടുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതം ഈ പാർട്ടിക്ക് കൊടുക്കൂ. മറ്റൊരാൾ കളങ്കിത മതപുരോഹിതന്മാരാണ്. നമുക്കറിയാവുന്ന വെള്ളാപ്പള്ളി നടേശൻ മുതൽ ഇങ്ങ് തങ്കു ബ്രദർ വരെയുള്ളവരുടെ ഇഷ്ടനായകനായിരുന്നു പിണറായി വിജയൻ. അതുതന്നെ ഉദാഹരണമാണ്. ഏതെല്ലാം തരത്തിൽ ആരോപണ വിധേയരാണോ അവർക്കൊക്കെ പിണറായി വിജയനോട് വലിയ താല്പര്യമാണ്. ഒരാരോപണവും ഇല്ലാതിരുന്നിട്ടും ചില മതനേതാക്കൾ പിണറായിയോട് കാണിക്കുന്ന വാത്സല്യം കാണിക്കുമ്പോൾ അവർക്കെന്തോ മറച്ചു വയ്ക്കാനുണ്ടെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. ഉദാഹരണത്തിന് മാർത്തോമാ സഭയുടെ മെത്രാപ്പോലീത്ത അദ്ദേഹത്തിന് ജന്മദിനത്തിന് ഇത്രയധികം ആരോപണ വിധേയനായ അഴിമതിക്കാരനായ വിളിച്ച് അരമനയിൽ കൊണ്ടുപോയി എന്ന് പറയുന്നത് അദ്ദേഹത്തോട് നമുക്ക് സംശയം തോന്നുന്ന സാഹചര്യം ഉണ്ടാക്കും. അതുപോലെ കോഴിക്കോട് ബിഷപ്പ് മാർ ചക്കാലക്കൽ, അദ്ദേഹം പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞത് ഇന്നും എൻ്റെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. ഈ പിണറായി വിജയൻ ഒരു ക്രിസ്ത്യാനി ആയിരുന്നെങ്കിൽ അദ്ദേഹം മെത്രാനാകുമായിരുന്നു എന്നാണ് മാർ ചക്കാലക്കൽ പറഞ്ഞു. നോക്കൂ, ഒരു മെത്രാൻ്റെ യോഗ്യതയെക്കുറിച്ച്, ആ മെത്രാനുള്ള മതിപ്പ് എത്രമാത്രമാണെന്ന്. ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞത് പിണറായി ചെയ്യുന്നതൊക്കെ തന്നെയാണ് ഞങ്ങളും ചെയ്യുന്നത് എന്നുള്ള പ്രഖ്യാപനമാവാം. ഇത്തരത്തിൽ കളങ്കിതരായ കച്ചവടക്കാർക്കും മതപുരോഹിതന്മാർക്കും സംഘടിതരായ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും മാത്രമാണ് ഗുണമുണ്ടാക്കിയത്. എന്നാൽ ഇവർ പറയുന്നതോ തൊഴിലാളി വർഗ സർവാധിപത്യം. ഈ 10 വർഷം കൊണ്ട് ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യർ, അവർ ഓട്ടോറിക്ഷക്കാരായിക്കോട്ടെ, സാധാരണ കടകളിൽ പണിയെടുക്കുന്നവരാവട്ടെ, കർഷകരാവട്ടെ, ചെറുകിട കർഷകരാണ് കേരളത്തിലെ ഏറ്റവും വലിയ അസംഘടിത വിഭാഗം. 1/2 ഏക്കറും 1 ഏക്കറും അല്ലെങ്കിൽ 5 സെൻറ്റും 10 സെൻറ്റും സ്ഥലമൊക്കെ ഉള്ളവർ മാത്രമാണിവർ. അവർ അതിൽ പണിയെടുത്ത് കുടുംബം നടത്തുന്നു. അവർക്കൊന്നുമില്ല. അവരുടെ കൃഷി മുഴുവൻ പന്നിയും മയിലും ഒക്കെ നശിപ്പിക്കുന്നു. പക്ഷെ ഒരു സംരക്ഷണവുമില്ല. ഈ കൂട്ടരൊക്കെ തിരിച്ചറിഞ്ഞു CPM എന്ന് പറയുന്നത് ഒരു തട്ടിപ്പ് പാർട്ടിയാണ്. പിണറായി വിജയൻ എന്ന് പറയുന്നത് ഒരു കപട നേതാവാണ്. ഒരു ഗുണവുമില്ല. ഇതിനേക്കാൾ ഭേദമാണ് ഇനിയിപ്പോൾ ജമാഅത്ത് ഇസ്ലാമി ഭരിച്ചാലും അതല്ല മറ്റേതെങ്കിലും വർഗീയ പാർട്ടി ഭരിച്ചാലും UDF എന്നവർ തോന്നലെത്തി. അങ്ങനെയാണ് അവർ കുത്തി. ഇനി ഒരിക്കൽ പരിശോധിച്ചാൽ അറിയാം ഈ വോട്ടിംഗ് മെഷീനൊക്കെ എത്ര എണ്ണം കേടായിട്ടുണ്ട്. ഒരുപക്ഷെ ആഞ്ഞു കുത്തിയത് കൊണ്ട് നിരവധി പേർ ഇങ്ങനെ ആഞ്ഞു കുത്തുമ്പോൾ ഈ സ്വിച്ച് മാറേണ്ടി വന്നേക്കാം. അത്തരമൊരു ആവേശമായിരുന്നു വോട്ടെടുപ്പിലുള്ളത്. പക്ഷെ പാർട്ടി അംഗീകരിച്ചില്ലായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ടും. അതുകൊണ്ടാണല്ലോ ഈ ദുഷ്ടത്തരമൊക്കെ കാണിച്ച് ഈ തോൽവി പാർട്ടിക്ക് ഉണ്ടാക്കി കൊടുത്ത പിണറായിയെ പ്രതിപക്ഷ നേതാവാക്കിയത്. ഇതാ ഇപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയും സെക്രട്ടേറിയറ്റും ഒക്കെ കൂടി കുമ്പസരിക്കുന്നു. അവർ പറയുന്നു ഞങ്ങൾക്ക് തെറ്റുപറ്റിയത് പിണറായി വിജയനോ MV ഗോവിന്ദനോ സംസ്ഥാന സെക്രട്ടേറിയറ്റിനോ അല്ല. നേതാക്കൾക്കാർക്കും വ്യക്തിപരമായ ഉത്തരവാദിത്വമില്ല. പാർട്ടിക്ക് തെറ്റുപറ്റിപ്പോയി. ആരാണ് പാർട്ടി? താഴത്തെ തട്ടു മുതൽ മുകളിലത്തെ തട്ട് വരെയുള്ള പാർട്ടിക്ക് തെറ്റുപറ്റിപ്പോയി. പക്ഷെ നേതാക്കൾക്ക് തെറ്റുപറ്റിയില്ല. കാരണം ഇപ്പോഴും പഴയ വീഞ്ഞ് പുതിയ കുടത്തിൽ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് നേതാക്കൾക്ക് തെറ്റുപറ്റിയെന്ന് പറയില്ല. അതുകൊണ്ടാണല്ലോ പാർട്ടി പ്ലീനം വിളിക്കാൻ ചേർന്നിരുന്നു. പക്ഷെ വേണ്ടെന്ന് വെച്ചു. പ്ലീനം വിളിച്ചാലുള്ള കുഴപ്പം
താഴത്തെ തട്ട് മുതൽ പ്രതിനിധികളെത്തും. പിണറായിയെ പഴയ പോലെ വിലയും പേടിയും സഖാക്കൾക്കില്ല. ആ പ്രതിനിധികൾ നേതൃത്വം മാറാൻ പറഞ്ഞാൽ കുഴപ്പത്തിലാവും. അതുകൊണ്ട് അതിന് തയ്യാറല്ല. പകരം ഒരു വിശാലമായ സംസ്ഥാന കമ്മിറ്റി വിളിക്കാൻ പോകുന്നു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്കും സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കും മാത്രമല്ല ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കും പങ്കെടുക്കാം. എന്ന് വെച്ചാൽ വിമർശനത്തിന് തോതൽപ്പം കുറഞ്ഞിരിക്കും. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ വരുന്നത് അത്ര സേഫായ കാര്യമല്ല. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കും എതിർപ്പും വിമർശനവുമുണ്ട്. പക്ഷേ എങ്കിൽ പോലും അതിന് ശക്തി കുറഞ്ഞിരിക്കും. പക്ഷെ ഒടുവിൽ കുമ്പസാരിക്കുകയാണ്. ഗോവിന്ദൻ മാഷിനും പിണറായിയുടെ അവസ്ഥയാണ് ഏറ്റവും ദയനീയം. ഗോവിന്ദൻ മാഷിനും പിണറായിക്കും നാട്ടിലിറങ്ങിയ നാട്ടുകാരുടെ തെറിവിളി, വീട്ടിൽ ചെന്ന വീട്ടുകാരുടെ തെറിവിളി. ഇത്രയും കാലം എല്ലാ അധികാരവും കൂട്ടിവെച്ച് വീട്ടുകാരെ സേവിച്ചതാ. ഇപ്പോൾ അധികാരമില്ല. അതുകൊണ്ട് വീട്ടുകാർക്ക് ഇരിക്കപ്പുറതയില്ല. മാത്രമല്ല നാട്ടുകാർ മുഴുവൻ വീട്ടുകാരെ തെറിവിളിക്കാൻ തുടങ്ങിയതോടെ നാട്ടുകാരെ തിരുത്തണോ വീട്ടുകാരെ തിരുത്തണോ എന്നറിയാത്ത അവസ്ഥയാണ്. ഗോവിന്ദ മാഷ്ടർ കാര്യം മാത്രം ഓർത്തു നോക്കൂ. ഈ തെറിവിളിയൊക്കെ കേൾക്കേണ്ട വല്ല കാര്യവുമുണ്ടോ? പിണറായി വിജയൻ മുഴുവൻ കൊണ്ടുപോകേണ്ടതാ. പിണറായിയും മരുമകനും മകളും ഭാര്യയും എല്ലാം കൂടി ചേർന്ന് പാർട്ടിയെ വീതിച്ചെടുത്ത് വേണ്ടപ്പെട്ടവർക്കൊക്കെ ഇച്ചിരി കൊടുത്തിട്ട് മുഴുവൻ അടിച്ചു മാറ്റിക്കൊണ്ടിരുന്നപ്പോൾ പാർട്ടി സെക്രട്ടറി എന്ന പദവിയിലേക്ക് പോവുക. മന്ത്രി പദവി ഉപേക്ഷിച്ച് ആ പാർട്ടി സെക്രട്ടറി പോയി ആ പാർട്ടി സെക്രട്ടറി പദവിയിൽ ഇരുന്ന് മര്യാദയ്ക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു. മന്ത്രിസഭ ഉണ്ടാക്കിയപ്പോൾ അന്ന് ശക്തനായ നേതാവ് LDF കൺവീനറായിരുന്ന വിജയരാഘവനായിരുന്നു. വിജയരാഘവനോട് പിണറായി പറഞ്ഞു, എനിക്ക് എൻ്റെ മരുമോനെ എടുക്കണം, അതുകൊണ്ട് ഞാൻ നിനക്ക് നിന്റെ ഭാര്യയെ മന്ത്രിസഭയിൽ എടുക്കാം. തമ്മരം കോംപ്രമൈസായി. വിജയരാഘവന്റെ ഭാര്യയും പിണറായിയുടെ മരുമകനും. കുറെ കഴിഞ്ഞപ്പോൾ വിജയരാഘവന് പോളിറ്റ് ബ്യൂറോ അംഗത്വവും കിട്ടി. പക്ഷേ അന്ന് വെറും മന്ത്രിയായിരുന്ന ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറി ആവേണ്ടി വന്നു. ഇടയ്ക്കിടെ ഗോവിന്ദൻ ചോദിക്കും, എനിക്കെന്താ നേട്ടം? അവസാനം പിണറായി പറഞ്ഞു, ശരി, നിന്റെ ഭാര്യയെ അടുത്ത മന്ത്രിയാക്കാം. നോക്കൂ എന്തൊരവസ്ഥയാണെന്ന്. ഗോവിന്ദൻ മാഷ് ഭാര്യയെ മന്ത്രിയാക്കാമല്ലോ എന്ന് കരുതി ആ ഓഫർ അങ്ങ് പിടിച്ചു. ഭാര്യയോടുള്ള സ്നേഹം കൊണ്ടായിരിക്കത്തില്ല, ഭാര്യയെ പേടിച്ചിട്ടായിരിക്കും. ഈ വായലിട്ട് നാട്ടുകാർക്ക് പിടികിട്ടാത്ത ഡയലോഗുകളെല്ലാം അടിച്ച് ഉലകം ചുറ്റിയിട്ട് വൈകുന്നേരം വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഭാര്യ കഴുത്തിന് പിടിച്ചാൽ എന്തു ചെയ്യും? എനിക്കെവിടെ സീറ്റ്, എനിക്കെവിടെ മന്ത്രിസ്ഥാനം, നിങ്ങൾ മാത്രം മന്ത്രിസ്ഥാനത്തിരുന്നാൽ മതിയോ എന്ന് ഭാര്യ ചോദിക്കുമ്പോൾ, അയ്യോ അടുത്ത തവണ നിന്നെ മന്ത്രിയാക്കാമേ എന്ന് വാക്ക് കൊടുത്തിട്ടുണ്ടാവും. ആ വാക്ക് കൊടുത്തത് കൊണ്ടാണ് പാർട്ടിയിലെ കണ്ണൂർ ജില്ലാ നേതൃത്വത്തോട് പറഞ്ഞു, എനിക്ക് വീട്ടിൽ സമാധാനമില്ല, അതുകൊണ്ട് എങ്ങനെയെങ്കിലും എൻ്റെ ഭാര്യയുടെ സീറ്റ് നിങ്ങളൊന്ന് തരപ്പെടുത്തി തരണം, അല്ലെങ്കിൽ എനിക്ക് വലിയ കുഴപ്പമാണ്. പാർട്ടി സഖാക്കൾ ഞെട്ടിപ്പോയി. പാർട്ടി സഖാക്കൾ പിണറായിയുടെ മനസ്സന്വേഷിച്ചു, കൊടുക്കേ, അവൻ്റെ ഭാര്യയ്ക്കും ഒരു സീറ്റ് കൊടുക്കേ, എന്നാലല്ലേ എൻ്റെ മരുമകനെ ഇനി അധികാരം കിട്ടിയാൽ അധികാരം കൈമാറാൻ പറ്റൂ, എൻ്റെ മകളെ സംരക്ഷിക്കാൻ പറ്റൂ. അങ്ങനെ പാർട്ടി സഖാക്കളുടെ മനസ്സറിയാതെ സീറ്റ് കൊടുത്തു. ഇപ്പോഴിതാ പശ്ചാത്തലത്തോടെ കുമ്പസരിച്ചുകൊണ്ട് പറയുന്നു, തെറ്റുപറ്റിപ്പോയി, എനിക്കല്ലേ കേട്ടോ, പാർട്ടിക്ക് തെറ്റുപറ്റിപ്പോയി. PK ശ്യാമളയെ സ്ഥാനാർത്ഥി ആക്കരുതായിരുന്നു, എൻ്റെ ഭാര്യയെ സ്ഥാനാർത്ഥി ആക്കരുതായിരുന്നു എന്നല്ല, PK ശ്യാമളയെ പാർട്ടി സ്ഥാനാർത്ഥി ആക്കരുതായിരുന്നു, തെറ്റുപറ്റിപ്പോയി എന്ന് സമ്മതിച്ചിരിക്കുന്നു. 12 കാരണങ്ങളാണ് ഇപ്പോൾ തോൽവിക്ക് കാരണമായി CPM കണ്ടെത്തിയിരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി 12 കാരണങ്ങളും എണ്ണി പറഞ്ഞു. ഇതിനു മുമ്പുള്ള നിലപാടിൽ നിന്നുള്ള വ്യതിചലനമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാരണങ്ങൾ. ഒന്ന്, തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും സ്ഥാനാർത്ഥി നിർണയമാണ്. തളിപ്പറമ്പിൽ ഗോവിന്ദൻ മാഷ് തന്റെ ഭാര്യയ്ക്ക് സീറ്റ് കൊടുത്ത് പാർട്ടിയുടെ സെക്രട്ടറിയാണ്, മന്ത്രിയായിരുന്നു, പോളിറ്റ് ബ്യൂറോ അംഗമാണ്. എന്നിട്ടും ഭാര്യയെ പേടിച്ച് വീട്ടിൽ സമാധാനം വേണമല്ലോ എന്ന് കരുതി ഭാര്യയ്ക്ക് സീറ്റ് കൊടുത്തു. അതോടെ ആ സീറ്റ് തോൽപ്പിച്ചു. ഒരിക്കലും വിചാരിച്ചില്ല പാർട്ടിയുടെ അധികാരമോഹമില്ലാത്ത TK ഗോവിന്ദൻ സ്ഥാനാർത്ഥിയാവുമെന്ന്. TK ഗോവിന്ദനെ അത്തരമൊരു താല്പര്യം ഒരിക്കലും കാണിച്ചിട്ടില്ല. താല്പര്യമുള്ളവരെയൊക്കെ ഒതുക്കിയിരുന്നു, സുകന്യ അടക്കമുള്ളവരെ ഒതുക്കിയിരുന്നു. പക്ഷെ ഗോവിന്ദൻ രംഗത്ത് വന്നതോടെ ഞെട്ടിപ്പോയി. പാവം സഖാവാണ് ഗോവിന്ദൻ. സകലരും കൂറുമാറി വോട്ട് ചെയ്തു. 8 നിലയിൽ പൊട്ടി ശ്യാമള. തിരിച്ചറിയുന്നു തെറ്റുപറ്റിയെന്ന്. ആർക്ക്? MV ഗോവിന്ദനല്ല, പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് തെറ്റുപറ്റിയെന്ന്. അതുകൊണ്ട് മറ്റൊരു ഗുണമുണ്ടായി, പയ്യന്നൂരിലെ തെറ്റും ആ പട്ടികയിൽപ്പെടുത്തി. പയ്യന്നൂരിൽ മധുസൂദനന്റെ കുഴപ്പമല്ല, പാർട്ടിയുടെ കുഴപ്പമാണ്. രക്തസാക്ഷി വിവാദമുണ്ടായപ്പോൾ കുഞ്ഞികൃഷ്ണനെ പുറത്താക്കരുതായിരുന്നു. പക്ഷെ ജില്ലാ കമ്മിറ്റി അങ്ങനെ ഒരു തീരുമാനമെടുത്തു. എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ജില്ലാ കമ്മിറ്റിയുടെ തലയ്ക്ക് വെച്ച് കുറ്റം സമ്മതിച്ചിരിക്കും. ഇതുവരെ അങ്ങനെയല്ല. പാർട്ടി വിരുദ്ധനാണ് കുഞ്ഞികൃഷ്ണൻ, പാർട്ടി വിരുദ്ധനാണ്, പാർട്ടി വിരോധിയാണ് ഗോവിന്ദൻ എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോൾ സമ്മതിക്കുന്നു പാർട്ടിക്ക് തെറ്റുപറ്റിയെന്ന്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. അതായത് പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും സീറ്റ് നിർണയം പാളിപ്പോയി, അതൊരു തെറ്റായിപ്പോയി. രണ്ടാമത്തേത് വെള്ളാപ്പള്ളിയാണ്. വെള്ളാപ്പള്ളി ഒരു മാൻഡ്രേക്കാണെന്ന് നാട്ടുകാർ പറഞ്ഞിട്ടും പിണറായി വിജയനും ഗോവിന്ദനും മനസ്സിലായില്ല. വെള്ളാപ്പള്ളിയെ ചുമന്നുകൊണ്ട് നടന്നു. വെള്ളാപ്പള്ളി വർഗീയത പറയും, അതിന് പിറ്റേ ദിവസം വെള്ളാപ്പള്ളിക്ക് സ്വീകരണം കൊടുക്കും മാലയിട്ട്. വെള്ളാപ്പള്ളി മഹാനായ മത നേതാവാണ്, മതേതരവാദിയാണെന്ന് പ്രഖ്യാപിക്കും. വെള്ളാപ്പള്ളി പിറ്റേ ദിവസം മുസ്ലിം സമുദായത്തിനെതിരെ ആഞ്ഞടിക്കും. വെള്ളാപ്പള്ളി ക്രിസ്ത്യൻ സമുദായത്തിനെതിരെ ആഞ്ഞടിക്കും. വെള്ളാപ്പള്ളി ഈ മറവിൽ, CPMന്റെ സംരക്ഷണ മറവിൽ വെള്ളാപ്പള്ളി കട്ടുമുടിക്കും. നോക്കൂ, ഇറങ്ങിപ്പോകുന്നതിന് തൊട്ടു മുൻപ് 88 തസ്തികകളാണ് വെള്ളാപ്പള്ളിക്ക് അനുവദിച്ചു കൊടുത്തത്. മറ്റൊരു സമുദായത്തിനും
സർക്കാരിലും പോലും ആ തസ്തിക അനുവദിച്ചില്ല. വെള്ളാപ്പള്ളിക്ക് മാത്രം 88 തസ്തികകൾ. വെള്ളാപ്പള്ളി ഈ 88 തസ്തികകൾക്കും കോടിക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങിയിരിക്കുന്നു. അങ്ങനെ വെള്ളാപ്പള്ളിയെ സംരക്ഷിച്ചത് തെറ്റായിപ്പോയി. വെള്ളാപ്പള്ളിയെ എതിർക്കണമായിരുന്നു, വെള്ളാപ്പള്ളിയുടെ വർഗീയത്തെ തള്ളിപ്പറയണമായിരുന്നു എന്ന് പറഞ്ഞ് CPM രണ്ടാമത്തെ കാരണം രേഖപ്പെടുത്തുന്നു. മൂന്നാമത്തത് ശബരിമല അയ്യപ്പ സംഗമമാണ്. അയ്യപ്പ സംഗമം കുഴപ്പമില്ലായിരുന്നു, എന്നാൽ അതിന് പിതൃത്വം പാർട്ടി ഏറ്റെടുക്കരുതായിരുന്നു. ദേവസ്വം ബോർഡിനെ വഴിക്ക് വിട്ടാൽ മതിയായിരുന്നു. അവിടെ കൊണ്ടുപോയി യോഗിയുടെ സന്ദേശം വായിക്കരുതായിരുന്നു. അങ്ങനെ ശബരിമലയിൽ തോന്നിയവാസം എല്ലാം കാണിച്ചിട്ട് അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ ശ്രമിച്ചത് തിരിച്ചടിയായി. ശബരിമലയിൽ മോഷണം നടക്കുന്ന സമയമാണ്. ആ മോഷണത്തിന് നേതൃത്വം കൊടുത്ത പത്മകുമാറിനെ പാർട്ടിക്ക് പുറത്താക്കാൻ പേടിയായിരുന്നു. നാലാമത്തെ കാരണമാണ്. പത്മകുമാറിനെ പുറത്താക്കാതിരുന്നത് അണികൾക്കിടയിൽ അവിശ്വാസമുണ്ടാക്കി. അഞ്ചാമത്തേത്, കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച SIR നടപ്പിലാക്കുമ്പോൾ എതിർപ്പൊന്നും കാണിച്ചില്ല. SIR ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ഒരു ആയുധമായി വ്യാഖ്യാനിക്കപ്പെട്ടു. SIR മോദിയുമായി ചേർന്ന് പിണറായി നടപ്പിലാക്കി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ല എന്ന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. അടുത്തത്, ലീഗ് വർഗീയമായി വേർതിരിവ് നടത്തി. അത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. വാസ്തവത്തിൽ വർഗീയമായി വേർതിരിവ് നടത്തിയതും ലീഗിനെ ആഞ്ഞടിച്ചതും മുസ്ലിം വിരോധം പറഞ്ഞതുമൊക്കെ CPM ആണ്. പകരം പറയുന്നു ലീഗ് അത് മുതലെടുത്തു. പാർട്ടി നിലപാടെടുത്തപ്പോൾ ആ നിലപാട് ലീഗ് വേണ്ടതുപോലെ അവർക്ക് അനുകൂലമായി വ്യാഖ്യാനിച്ചു. അങ്ങനെ മുസ്ലിം ജനത നഷ്ടപ്പെട്ടു പോയി. അടുത്തത്, BJPക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ 6% വോട്ട് കുറഞ്ഞു പോയി. ഈ BJP വോട്ടെല്ലാം UDFന് കൊടുത്തു എന്നാണ് CPMന്റെ വിലയിരുത്തൽ. ഇപ്പോഴും അവർക്ക് കൃത്യമായ ബോധമില്ല എന്നതിന് തെളിവാണത്. BJPക്ക് ലോക്സഭയിൽ കിട്ടുന്നത്രയും വോട്ട് നിയമസഭയിൽ കിട്ടില്ല എന്നതൊരു സാമാന്യ ബോധമാണ്. കാരണം BJP ലോക്സഭയിൽ മത്സരിക്കുമ്പോൾ മോദിക്ക് വേണ്ടിയാണ് വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് സാധാരണ മനുഷ്യർ മോദിയെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ചെയ്യും. എന്നാൽ നിയമസഭയിൽ BJP മത്സരിക്കുമ്പോൾ ഇവിടെ അവർ സർക്കാർ ഉണ്ടാക്കില്ല എന്നറിയാം. അതുകൊണ്ട് തന്നെ BJPക്ക് ചെയ്യുന്ന വോട്ട് കുറയും. ആ വ്യത്യാസം തിരിച്ചറിയാതെ BJP UDFന് വോട്ട് ചെയ്തു എന്ന് പറയുന്നത് എന്തൊരു വിഡ്ഢിതമാണ്. അടുത്തത്, കോൺഗ്രസും BJPയും പണമൊഴുക്കിയെന്നാണ്. CPMന് കഴിയാൻ പറ്റിയില്ല എന്ന്. പക്ഷേ എന്തൊരു വിലയിരുത്തലാണത്. നമ്മൾ കണ്ടത് പണമൊഴുക്കിയത് CPM ആണ്. നാട് നീളെ പിണറായിയുടെ മോന്തായം കണ്ട് ജനം വെറുത്തുപോയി. KSRTC ബസ്സിലും റോഡിലുമൊക്കെ പിണറായിയുടെ മോന്തായമാണ്. ഈ മോന്തായം കാണുമ്പോൾ ജനം കാർക്കിച്ചു തുപ്പും. ഇത് പാർട്ടിക്ക് തിരിച്ചറിഞ്ഞില്ല. അതിനെ പണമൊഴുക്ക് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പണമൊഴുക്കിയത് CPM ആണ്. ആ പണമൊഴുക്ക് തിരിച്ചടിച്ചു എന്ന് തിരിച്ചറിയുന്നില്ല, മനസ്സിലാക്കുന്നില്ല. അടുത്തത്, സർക്കാർ നേട്ടം ജനങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞില്ലത്രേ. എന്തൊരു വിഡ്ഢിത്തമാണ് നിങ്ങൾ വിലയിരുത്തുന്നത്. എന്താണ് സർക്കാർ നേട്ടമുണ്ടാക്കിയത്? ഒരു നേട്ടവും ഉണ്ടാക്കാതെ എന്തൊക്കെ ഉണ്ടാക്കി എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. റിപ്പോർട്ടർ ചാനൽ എന്ന ചാനൽ അത് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. റേറ്റിംഗിൽ ഒന്നാമതാണെന്നാണ് അവകാശപ്പെടുന്നത്. ഏതെല്ലാം തരത്തിൽ എത്തിക്കാൻ കഴിയുമോ അത്തരത്തിലൊക്കെ നിങ്ങൾ എത്തിച്ചു. എത്തിക്കാത്തതിന് കുഴപ്പമല്ല, പറഞ്ഞതെല്ലാം നുണയാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി എന്നതാണ് നിങ്ങളുടെ വീഴ്ച. 2 ലക്ഷം പുതിയ സംരംഭങ്ങൾ കൊണ്ടുവന്നു പരസ്യം ചെയ്തു. പക്ഷെ ഒരു ചുക്കും നടന്നില്ല എന്ന് ജനങ്ങൾക്കറിയാം. ഓരോ ജനങ്ങളും അവനവന്റെ നാട്ടിൽ സർക്കാർ പ്രഖ്യാപിച്ച സംരംഭത്തിന് കണക്കെടുത്തപ്പോൾ അത് പഴയ ബാർബർ ഷോപ്പും പച്ചക്കറി കടയും ഒക്കെയാണ്. നിങ്ങൾ നുണ പറഞ്ഞത് ഏറ്റില്ല എന്ന് അംഗീകരിക്കാതെ സർക്കാരിന്റെ നേട്ടം അംഗീകരിച്ചില്ല എന്ന് പറയരുത്. അടുത്തത്, വലതു മാധ്യമങ്ങൾ സർക്കാർ വിരുദ്ധ പ്രചരണം നടത്തി തടയാൻ കഴിഞ്ഞില്ല. എൻ്റെ പൊന്നു ചങ്ങാതി, സകല മാധ്യമങ്ങളും നിങ്ങൾക്കൊപ്പമായിരുന്നു. സകല മാധ്യമങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിന്നു. ആകപ്പാടെ ഞങ്ങളെപ്പോലുള്ള ചിലർ മാത്രമാണ് നിങ്ങളുടെ ഈ തോന്നിയാസങ്ങൾ തുറന്നു പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരുത്താനാണെങ്കിൽ ഇനിയെങ്കിലും സത്യം തിരിച്ചറിയുക. നുണപ്രചരണം കൊണ്ട് ഒരു നേട്ടവുമില്ല. മാധ്യമങ്ങളെ വിലക്കെടുത്തിട്ട് ഒരു നേട്ടവുമില്ല. വലിയ ഹോർഡിങ്സ് വെച്ചിട്ടൊരു നേട്ടവുമില്ല. ജനങ്ങൾ നിങ്ങൾക്കെതിരാണ് എന്ന് തിരിച്ചറിയുക. അത് തിരിച്ചറിയാതെ നിങ്ങൾക്ക് തിരുത്താൻ കഴിയില്ല. ഏറ്റവും കൗതുകമുണർത്തുന്ന കാര്യം, ഇതുവരെ CPM ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് സമ്മതിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഭരണവിരുദ്ധ വികാരം സമ്മതിച്ചിരിക്കുന്നു. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നോ, ഞങ്ങളത് തിരിച്ചറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. ഗോവിന്ദ മാഷക്ക് അത് തുറന്ന് സമ്മതിക്കേണ്ട സാഹചര്യമുണ്ടായി. ഇപ്പോഴും CPMന് നന്നാവാൻ പദ്ധതിയില്ല. പുറത്തിറങ്ങിയാൽ സഖാക്കളുടെ തെറിവിളിയും വീട്ടിൽ ചെന്നാൽ വീട്ടുകാരുടെ തെറിവിളിയും കേട്ട നേതാക്കൾ എങ്ങനെയെങ്കിലും തടി തപ്പാൻ മാത്രം ശ്രമിക്കുന്നു. ഇത് തന്നെയാണ് UDFന്റെയും കോൺഗ്രസിന്റെയും BJPയുടെയും പ്രതീക്ഷ. ഒരാൾ നന്നാവണമെങ്കിൽ ആദ്യം അവൻ ചെയ്ത തെറ്റ് തിരിച്ചറിഞ്ഞ് അത് തിരുത്തണം. തെറ്റ് തിരിച്ചറിയാത്തവൻ, അത് തിരുത്താൻ ശ്രമിക്കാത്തവൻ ഒരിക്കലും നന്നാവില്ല. CPM ഇപ്പോൾ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി ചില കാരണങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. യഥാർത്ഥ കാരണം നേതാക്കളുടെ ധാർഷ്ട്യമാണ്, അഴിമതിയാണ്, സ്വജനപക്ഷപാതമാണ്, നുണയാണ്, ഹുങ്കാണ് എന്ന് തിരിച്ചറിഞ്ഞ് അത് തിരുത്താതെ, മറുനാടനെ പോലുള്ള മാധ്യമങ്ങളെ ഇല്ലാതാക്കാൻ നടത്തിയ നീക്കങ്ങൾ തിരിച്ചടിയായി എന്ന് മനസ്സിലാക്കാതെ നിങ്ങൾ എന്തു തിരുത്തിയാലും ശരിയാവില്ല. നിങ്ങളുടെ നാശം ജനങ്ങൾ അതുപോലെ ആഗ്രഹിച്ചു, ജനങ്ങൾ അത് കണ്ടു. ഇനി ഈ ചെങ്കൊടി പോലും ഇല്ലാതാവുന്ന ദിനത്തിന് വേണ്ടി ജനം കാത്തിരിക്കുകയാണ് എന്ന് തിരിച്ചറിയുക.